ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും അനുപേട്ടനും കൂടിയാണ് പോകുന്നത്. പാച്ചു നാട്ടിലാണ്. പാച്ചു അപ്പം നാട്ടിൽ പോയിട്ട് കുറച്ച് നാളായി, അതായത് ഒരു 2 മാസമായി. പാച്ചുവിൻ്റെ മാർച്ചിൽ എക്സാം കഴിഞ്ഞപ്പോൾ മാർച്ച് ലാസ്റ്റ് ആയപ്പോൾ പാച്ചു പോയതാണ്. അപ്പോൾ പാച്ചു അവിടെ അപ്പാപ്പൻ്റെയും അമ്മമ്മയുടെ ഒക്കെ ഒപ്പം അടിച്ചു പൊളിക്കുവാണ്. പിന്നെ അനുപേട്ടൻ്റെ വീട്ടിൽ മോൻ പോയി നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ അച്ചാച്ചൻ്റെ അച്ചാമ്മയുടെ ഒപ്പം കുറച്ച് ദിവസം അടിച്ചു പൊളിച്ചു. പിന്നെ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ ഒപ്പം അടിച്ചു പൊളിച്ചു. അവനവിടെ എല്ലായിടത്തൊക്കെ കറങ്ങി. പിന്നെ എൻ്റെ ചാച്ചന്മാരുടെയും വലിച്ചന്മാരുടെയൊക്കെ ഒപ്പം എല്ലായിടത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു ഒരു ദിവസം. അപ്പോൾ അവരുടെയൊക്കെ ഒപ്പം എല്ലായിടത്തൊക്കെ കറങ്ങി. അമ്മ ഭയങ്കര സന്തോഷമായിട്ട് അവിടെ ഇരിക്കുന്നു. പിന്നെ ഇവിടെയാണെങ്കിലും ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ പാച്ചു ഒറ്റയ്ക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് മിക്കപ്പോഴും സമ്മർ വെക്കേഷനൊക്കെ പാച്ചു നാട്ടിലായിരിക്കും. അവരുടെ ഒപ്പം എല്ലായിടത്തും എൻജോയ് ചെയ്ത് എല്ലാവരുടെയൊക്കെ ഒപ്പം നടന്നിട്ടായിരിക്കും പാച്ചു വരുന്നത്. പാച്ചുവിനപ്പോൾ ഓൾറെഡി ഇന്നലെ വെനസ്ഡേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയ് 21 പാച്ചുവിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 2-3 ദിവസം 3 ഡേയ്സ് പാച്ചുവിൻ്റെ ക്ലാസ് മിസ്സാവും. കാരണം ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ്. അപ്പം ഞങ്ങൾ പാച്ചുവിനെ ഇന്ന് 23rd ആണ് ഫ്രൈഡേ. അപ്പോൾ ഞങ്ങൾ പാച്ചുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാച്ചു ഇനിയിപ്പോൾ മൺഡേ മുതൽ ഞങ്ങൾ സൺഡേ തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും, ബാംഗ്ലൂർക്ക് വരും. പാച്ചു അപ്പോൾ മൺഡേ മുതൽ ക്ലാസ്സിൽ പോയി തുടങ്ങും. പിന്നെ ഇനിയിപ്പോൾ ഇത്രയും ദിവസം ഞങ്ങൾ 2 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുക്കിങ്ങും ഒക്കെ ഞങ്ങൾക്ക് 2 പേർക്കും ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇനിയിപ്പോൾ മൺഡേ ആണ് ഞങ്ങളുടെ താരം വരുന്നത്. താരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര എന്തായിരിക്കും, എനിക്കത് വേണം, ഇതുണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പം എന്താണ് ബാക്ക് ടു സ്കൂൾ ലൈഫ് എന്ന് പറയണ പോലെ പാച്ചുവിന് ഇനിയിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ്, അതുപോലെ സ്നാക്സ്, ഇനിയിപ്പോൾ എല്ലാ പണികളും സ്റ്റാർട്ട് ചെയ്യാൻ പോകണം മൺഡേ മുതൽ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താണ്, കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വെക്കേഷനൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചോ? ട്രിപ്പൊക്കെ പോയോ? ഞങ്ങളുടെ ഇപ്പോഴത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ ടു കേരള, കേരള ടു ബാംഗ്ലൂർ. ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ട്രിപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ സമയം ഒരു 9 മണിയാവാറായി. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അപ്പോൾ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഓഫീസിൽ ഞാൻ എല്ലാവർക്കും നമ്മുടെ എന്താണ് സ്വീറ്റ്സ് വാങ്ങി കൊടുത്തായിരുന്നു. അപ്പോൾ ഇതാണ് വാങ്ങിയത്, നമ്മുടെ എന്താണ് ആൽമണ്ട് മിൽക്ക് ലഡു ആണ്. അപ്പോൾ അത് നമ്മുടെ ബാംഗ്ലൂർ ആശോ സ്വീറ്റ്സിൽ നിന്നാണ് വാങ്ങിയത്. അപ്പം എൻ്റെ ടീമിലുള്ളൊരു കുട്ടിയാണ് എനിക്ക് പോയി വാങ്ങിക്കൊണ്ടുപോയി തന്നത്. അപ്പോൾ ഞാൻ കുറച്ചധികം പീസസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 50 പീസസ് എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഓഫീസിലുള്ളവർക്ക് കൊടുത്തിട്ട് പിന്നെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനതെടുത്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിപ്പോൾ 2 എടുത്ത് കഴിച്ചു. പിന്നെ വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ പാച്ചുവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഫുഡ് അടിക്കണം. അതായത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിപ്സ് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഞങ്ങളുടെ ഒരു എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ എൻ്റെ കമ്പനിക്കാരൻ പാച്ചു ഇല്ല. അപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാനപ്പോൾ അതേ ആൽമണ്ട് ലഡു 2 എടുത്ത് കഴിച്ചായിരുന്നു. ആൽമണ്ട് മിൽക്ക് ലഡു നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ഓഫീസിലാണെങ്കിൽ എല്ലാവർക്കും കൊടുത്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും പറഞ്ഞു സാധാരണ കഴിക്കുന്ന ഒരു സ്വീറ്റ്സിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പിന്നെ പുതിയൊരു ഐറ്റം ട്രൈ ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും. പിന്നെ ഇതാണ് ആൽമണ്ട് മിൽക്ക് ലഡു. കാണാൻ നല്ല ക്യൂട്ടല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇത്രയും ദിവസം പാച്ചുവിനെ കാണാതിരുന്നതിലുള്ളൊരു സങ്കടവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇപ്പം ഇങ്ങനെ നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എൻ്റെ മനസ്സ് മുഴുവൻ എന്ന് പറയുന്നത് അവിടെ ചെന്നിട്ട് ഓടി ചെന്നിട്ട് പാച്ചുവിനെ കെട്ടിപ്പിടിക്കാം. ഇതാണ് എൻ്റെ മനസ്സിലുള്ളൊരു ചിത്രം എന്ന് പറയുന്നത്. ഞാനതങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും മിസ് ചെയ്തായിരുന്നു പാച്ചുവിനെ. ഇപ്പോൾ വെക്കേഷൻ കഴിയാറായപ്പോഴേക്കും ഞങ്ങൾ പോയിട്ട് പാച്ചുവിൻ്റെ എന്താണ് സ്കൂൾ ബാഗും പിന്നെ അതുപോലെ എന്താണ് ലഞ്ച് ബാഗ്, പിന്നെ ബോക്സ്, പിന്നെ എന്താണ് ലഞ്ച് ബോക്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വന്നൊരു മാറ്റം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ
അവനിപ്പോ എന്താണ്, ഇപ്പോഴത്തെ കുട്ടികൾ നമ്മുടെ കാർട്ടൂൺസ്, അനിമെ അതൊക്കെയാണല്ലോ കാണുന്നത്. അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ പിക്ചറുള്ള ബാഗ് വേണം, അല്ലെങ്കിൽ ഒരു എന്താണ് ലഞ്ച് ബാഗ്. അതുപോലെ ഈ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ക്യാരക്ടർ അല്ലെങ്കിൽ അനിമെ ക്യാരക്ടറിൻ്റെ പിക്ചറുള്ള വാട്ടർ ബോട്ടിൽ, സ്കൂൾ ബാഗ്, അതൊക്കെയാണ് ഞാനും നോക്കുന്നത്. പിന്നെ എനിക്കിപ്പോൾ അവനിഷ്ടം നരൂട്ടോനെ ഇഷ്ടമാണ്, ഗോക്കുവിന് ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഞാൻ കുറേ മാറിപ്പോയി. കാരണം ഞാനിതൊന്നും കാണുന്ന ആളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു പിക്ചറുള്ള ബാഗ് വേണം അങ്ങനെയുള്ള ഒരു ആളെ ആയിരുന്നില്ല ഞാൻ. പക്ഷെ ഇപ്പോൾ എൻ്റെ ഒരു മൈൻഡ് ഒരു കുട്ടിയുടെ അമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. എനിക്കറിയില്ല എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ പറ്റിയത്. അപ്പോൾ ഇത്തവണ ബാഗ് സെലക്ട് ചെയ്യാൻ പോയപ്പോൾ ഞാൻ അങ്ങനത്തെ നോക്കിയാണ് വാങ്ങിയത്. പിന്നെ അതുപോലെ സ്പൈഡർമാൻ്റെ പിക്ചർ ഉണ്ടോ, പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഷോപ്പിൽ പോയ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കീ ചെയിൻ കണ്ടപ്പോൾ എനിക്കത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അനുവേട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കുവാണ് എന്തിനാണ് നിനക്ക് കീ ചെയിൻ. പിന്നെ ആ കീ ചെയിനിലാണെങ്കിൽ നമ്മുടെ നരൂട്ടോൻ്റെ പിക്ചറുള്ള ഒരു കീ ചെയിനായിരുന്നു. അപ്പോൾ ആ ഷോപ്പിലുള്ള ചേച്ചിയും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്കറിയാം പാച്ചുവിന് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങി. പിന്നെ എല്ലാവരും ഇങ്ങനെ അവരുടെ ഇഷ്ടത്തിന് വാങ്ങി കൊടുക്കുന്നതും ശരിയാണോ അല്ലയോ അതൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നൊന്നുമില്ല. എനിക്കെന്തോ അവന് വാങ്ങണം എന്ന് തോന്നി, അങ്ങനെ വാങ്ങി. പിന്നെ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ സ്കൂൾ ബാഗും എല്ലാനൊക്കെ വാങ്ങിയോ? നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളുടെയോ അല്ലെങ്കിൽ എന്താണ് ചേട്ടന്മാരുടെയോ നമ്മുടെ കസിൻസിൻ്റെയോ അവരൊക്കെ ഉപയോഗിച്ചിരുന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ 8th അവർ നേരത്തെ 8th അവർ 9th ആയിട്ടുണ്ട്. അപ്പോൾ അവർ 8th യൂസ് ചെയ്തിരുന്ന ടെക്സ്റ്റ് ബുക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ തന്നെ എന്താണ് ബാഗുകൾ, അങ്ങനെയൊക്കെ ഞാൻ എക്സ്ചേഞ്ച് ചെയ്തൊക്കെ അങ്ങനെ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം എല്ലാവർക്കും പുതിയത് വേണം. പിന്നെ ഇപ്പം പാരൻസ് ആണെങ്കിലും അങ്ങനെ വാങ്ങി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. നിങ്ങളും അതുപോലെയൊക്കെ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കൊക്കെ പഴയ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ബാഗൊക്കെ വേറെ ആൾക്കാരുടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അനുപേട്ടൻ ഞാനിവിട്ടിരുന്ന് പറയുന്നത് കേട്ടിട്ട് ചിരിക്കണോ? താനിപ്പോൾ പറയുന്നത് കേട്ടിട്ട് ആര് തൻ്റെ വീഡിയോ കാണാനാണ്, ആര് വന്ന് കമൻറ്റ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തിരുന്നിട്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയാനുള്ളതൊക്കെ പറയുന്നുണ്ട്. ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യട്ടെ. വീട്ടിനോട്ടിരുന്ന് പറയുവാണ്. എൻ്റെ ഒരു ചേട്ടൻ എപ്പോഴും എൻ്റെ വീഡിയോസിന് കമൻറ്റ് ചെയ്യാറുണ്ട്. ഇതല്ല ലോങ് വീഡിയോസ് അല്ല, ഷോർട്ട് വീഡിയോസിന് ഒരു ചേട്ടൻ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം അനുവേട്ടൻ അവിടെ ഇരുന്ന് പറയുവാണ് തൻ്റെ തക്കുടി ചേട്ടൻ തനിക്ക് കമൻറ്റ് ചെയ്യുന്നു. ആക്ച്വലി ആ ചേട്ടൻ്റെ പേര് തക്കുടി ചേട്ടൻ ഒന്നല്ല കേട്ടോ, അനുപേട്ടൻ ചുമ്മാ ഇട്ടിരിക്കുന്ന പേരാണ് തക്കുടി ചേട്ടൻ. എന്തായാലും തക്കുടി ചേട്ടൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടല്ലോ. അന്ന് നമ്മളിവിടെ ഫുഡ് കഴിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ഒരു ഫാം വേദ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാനിവിടെ ഈ ഫോണിൽ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അതെത്തിയത് കണ്ടില്ല. അപ്പം അനുവേട്ടൻ പറയണ്ടായിരുന്നു അവിടെ നിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമായിരുന്നല്ലോ എന്ന് പറയുവാണ്. പിന്നെ നമ്മളിങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ പോകുന്നത് നല്ലൊരു രസമാണ്. കാരണം നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വഴിയിലൊക്കെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ എന്താണ് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ വർത്താനം പറഞ്ഞ് ഒന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇത്രയും സമയം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പോലെ ഒരു ട്രിപ്പ്, അടിപൊളി ട്രിപ്പാണ്. അനുപേട്ടനവിടെ നമ്മുടെ
വിളി കാത്ത